നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിയുടെ വിമർശനം തള്ളി അതിജീവിതയുടെ അഭിഭാഷക. കോടതിയുടേത് സത്യത്തിന് നിരക്കാത്ത വിമർശനമെന്ന് അഡ്വക്കേറ്റ് ടി.ബി. മിനി റിപ്പോർട്ടറിനോട് പറഞ്ഞു. വിചാരണ കോടതിക്ക് മറുപടി കൊടുക്കാനില്ല. ഈ കേസിനോടുള്ള ആത്മാർത്ഥത കാരണം ജൂനിയേഴ്സ് ഇരിക്കേണ്ട സമയത്ത് പോലും കോടതിയിൽ ഹാജരായിട്ടുണ്ട്. ദിലീപിന്റെ ആളുകൾക്ക് യൂട്യൂബ് ചാനലുകൾ വഴി ആക്രമിക്കാനുള്ള അവസരം ഉണ്ടാക്കുന്നു. തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നും വിമർശനമെന്നും ടി.ബി. മിനി വ്യക്തമാക്കുന്നു. ഈ വിചാരണ കോടതിക്കൊന്നും മറുപടി കൊടുക്കാനായിട്ട് ആവശ്യം എനിക്കില്ല. ഞാൻ ഈ പ്രൊഫഷനിൽ നിൽക്കുന്ന ഒരാളാണ്. ധാരാളം അത്യാവശ്യം കേസ് എനിക്കുണ്ട്. താനും 30 വർഷമായി ഞാൻ കോടതികളിൽ പ്രാക്ടീസ് ചെയ്യണം. പിന്നെ ട്രയൽ കോടതിയിൽ സാധാരണ ഇത്തരം കേസിൽ വിക്ടിം ലോയേഴ്സിന്റെ വക്കാലത്ത് എടുത്താൽ ജൂനിയേഴ്സായിട്ടുള്ള ആളുകൾ ഇരിക്കേണ്ട കാര്യമേ ഉള്ളൂ. കാരണം ഇത് എഴുതിയെടുക്കാൻ വേണ്ടി മാത്രമാണ് അവിടെ ഇരിക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ഈ കേസിനോടുള്ള കമ്മിറ്റ്മെന്റ് കൊണ്ട് തന്നെ ഞാൻ എല്ലാ ദിവസവും പരമാവധി അവിടെ ഇരിക്കും. പിന്നെ എനിക്ക് ഒരു ജോലിയും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയൊന്നുമില്ല. എനിക്ക് എന്തെങ്കിലും ഒരു ജോലി ചെയ്യേണ്ടി വരില്ലേ. ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരിക്കുകയോ വേറെ കേസുകളായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്തേക്കോ കൊല്ലത്തേക്കോ ഒക്കെ ഒന്ന് പോകേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ഒഴിച്ച് പിന്നെ വേറെ ജൂനിയേഴ്സിനൊന്നും അവിടെ അക്കോമഡേറ്റ് ചെയ്യില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് വക്കാലത്തുള്ള ഒരു ജൂനിയർ ഉണ്ടായിരുന്നു. ആ ജൂനിയർ രേഷ്മയായിരുന്നു. അത് അവരിപ്പോൾ എൻ്റെ ഓഫീസിലില്ല. അതുകൊണ്ട് തന്നെ അവിടെ പോയിട്ട് വേറൊരു ജൂനിയറിന് വക്കാലത്തില്ലാത്തൊരു ജൂനിയറിനെ അവിടെ ഇരുത്താനായിട്ട് സമ്മതിക്കില്ല. ഷബാസ് അഹമ്മദും ശ്യാം ദേവരാജും ഉണ്ട് വിവരങ്ങൾ നൽകാൻ. ആദ്യം ഷബാസിലേക്ക് പോവുകയാണ്. ഷബാസ്, വലിയ വിമർശനവും ഒപ്പം പരിഹാസവുമായിരുന്നു കോടതിയിൽ നിന്ന് ഉയർന്നത്. ടി.ബി. മിനിക്ക് എന്താണ് വിശദീകരിക്കാനുള്ളത് ഇതിൽ? ശ്രുതി, വിചാരണ കോടതിയുടെ വിമർശനങ്ങളൊക്കെ തള്ളുകയാണ് അതിജീവിതയുടെ അഭിഭാഷകയായ ടി.ബി. മിനി. ഇത്തരത്തിലൊരു വിമർശനം കോടതിയുടെ ഭാഗത്തു നിന്ന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. സത്യത്തിന് നിരക്കാത്തൊരു വിമർശനമാണ് കോടതി ഉന്നയിച്ചതെന്ന കാര്യമാണ് ടി.ബി. മിനി പറയുന്നത്. ഈ കേസിൽ, പ്രത്യേകിച്ച് നടിയെ ആക്രമിച്ച കേസിൽ താൻ കൂടുതൽ ആത്മാർത്ഥതയോടെ കൈകാര്യം ചെയ്ത കേസാണ്. ഒരിക്കലും കോടതിയിൽ എത്താതിരുന്നിട്ടില്ല. ജൂനിയേഴ്സ് പോകേണ്ട സമയത്ത് പോലും താൻ പലപ്പോഴും നേരിട്ട് ഹാജരായിട്ടുണ്ട്. ഈ സ്ഥലത്തിൽ ഇല്ലാതിരുന്ന ചില ദിവസങ്ങളിൽ മാത്രമാണ് താൻ ഹാജരാകാതിരുന്നത്. അതുമാത്രമല്ല, താൻ ഉറങ്ങിയെന്ന് പറയുന്നതടക്കം തന്നെ വ്യക്തിപരമായി ആക്രമിക്കാനുള്ള നീക്കമാണെന്നതാണ് പ്രധാനമായും ടി.ബി. മിനി പറയുന്നത്. ഒപ്പം 8ാം പ്രതിയായിരുന്ന ദിലീപിന്റെ ആളുകൾക്ക് തന്നെ യൂട്യൂബിലൂടെ ആക്രമിക്കാനുള്ള അവസരമുണ്ടാക്കുകയാണ് ഇത്തരത്തിൽ കോടതി ചെയ്യുന്നത് എന്നാണ് പ്രധാനമായും ടി.ബി. മിനി വിമർശനം ഉന്നയിക്കുന്നത്. ഒപ്പം കോടതിയുടേത് അപക്വമായൊരു വിമർശനമാണ് എന്നതാണ് അവർ പറയുന്നത്. എന്തായാലും ഈ കോടതി അവർ വിചാരണ സമയത്ത് ഇരുന്ന് ഉറങ്ങി എന്നതടക്കമുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. അത്തരത്തിലെല്ലാം അത് സത്യത്തിന് നിരക്കാത്തതാണ്, അപക്വമായ വിമർശനമാണ് വിചാരണ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് എന്നതാണ് ടി.ബി. മിനി പറയുന്നത്. ഓക്കെ, ഷബാസ് തുടരുക. ശ്യാം ദേവരാജ് കൂടിയുണ്ട്. ശ്യാം ദേവരാജ്, ഇതിൽ ഈ വിധിക്ക് പിന്നാലെ ഏറ്റവും അധികം വിമർശനങ്ങളും പരിഹാസവും നേരിട്ട ഒരാളാണ്, സോഷ്യൽ മീഡിയയിലൂടെ നേരിട്ടൊരാളാണ് ടി.ബി. മിനി. ഇപ്പോൾ ടി.ബി. മിനി വ്യക്തമാക്കിയ പോലെ തന്നെ ഈ ദിലീപിന്റെ ആളുകൾക്ക് യൂട്യൂബ് ചാനലൊക്കെ വഴി ഇങ്ങനെ ഒരു വിമർശനം അല്ലെങ്കിൽ പരിഹസിക്കാൻ കൂടുതൽ അവസരം ഉണ്ടാക്കുന്നത് കൂടിയാണ് ഇതല്ലേ? അങ്ങനെ തന്നെയാണ് ടി.ബി. മിനിയുടെ വിമർശനം. കാരണം വിചാരണ കോടതിക്കെതിരെ നേരത്തെ തന്നെ വലിയ രീതിയിലുള്ള വിമർശനം ഈ കൊച്ചിയിൽ നടിയാക്രമിച്ച കേസിലെ വിധിയുമായി ബന്ധപ്പെട്ട് ഉയർന്നിരുന്നു. അത് ഏകപക്ഷീയമായാണ് വിചാരണ കേട്ടത്. 8ാം പ്രതി ദിലീപിനെ രക്ഷിക്കാൻ വേണ്ടിയുള്ള വിധിയാണ് എഴുതിയതെന്നടക്കമുള്ള വിമർശനങ്ങൾ പ്രോസിക്യൂഷനൊപ്പം അതിജീവിതയുടെ അഭിഭാഷകയും ഉയർത്തുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ കോടതിക്കുള്ളിൽ നിരവധിയായ തർക്കങ്ങൾ ഇരുവരും തമ്മിൽ ഉണ്ടാവുകയും പല ഘട്ടങ്ങളിലായി ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അതിനുകൂടി ബാക്കിയാണ് ഇത്തരമൊരു ഈ രീതിയിലുള്ള ഒരു വിമർശനം എന്നതാണ് ടി.ബി. മിനി പറയുന്നത്. നേരത്തെ ഉയർത്തിയ വിമർശനം വിചാരണ സമയത്ത് 10 ദിവസത്തിൽ താഴെ മാത്രമാണ് അഭിഭാഷക കോടതിയിലെത്തിയത്. ഒപ്പം ഈ അരമണിക്കൂറിൽ താഴെ മാത്രമേ വിചാരണ സമയങ്ങളിൽ കോടതി മുറിയിൽ ഇരിക്കാറുള്ളൂ. അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ തന്നെ കോടതി മുറിക്കുള്ളിരുന്ന് ഉറങ്ങുകയാണ് എന്ന രീതിയിലുള്ള വിമർശനമാണ് കോടതി മുറിയിൽ നിന്ന് ഉണ്ടാകുന്നത്. സാധാരണഗതിയിൽ കോടതികളിൽ നിന്ന് അഭിഭാഷകർക്ക് നേരെ ഇത്തരം വിമർശനങ്ങൾ ഉണ്ടാകാറില്ല എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇത് കൂടിയാണ്. ഇത് വിശ്രമ സ്ഥലം എന്ന നിലയിലാണ് അഭിഭാഷകർ ചിലപ്പോൾ കോടതിയെ കാണുന്നത് എന്നടക്കമുള്ള വിമർശനങ്ങൾ വിചാരണ കോടതി ഉയർത്തുകയും ചെയ്തിരുന്നു. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ആ വിമർശനങ്ങൾക്കാണ് അഭിഭാഷകയായ ടി.ബി. മിനി ഇപ്പോൾ പ്രതികരണം നടത്തിയിരിക്കുന്നത്. ശരി, ശ്യാം ദേവരാജും ഷബാസ് അഹമ്മദുമാണ് വിശദാംശങ്ങൾ നൽകിയത്.